ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. മേശയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഫിലിപ്പോസ് ഇപ്പോൾ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഫിലിപ്പോസിന് ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരു കാര്യമാണ് അത്ഭുതങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഒരു സാധാരണ യഹൂദനായിരുന്നു ഫിലിപ്പോസ്. താൻ അത്ഭുതം മാത്രമല്ല ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ, പക്ഷവാതക്കാർ, മുടന്തർ ഇവർക്കൊക്കെയാണ് സൗഖ്യം ലഭിച്ചത്. ഞാനത് പ്രത്യേകം പറയാനൊരു കാരണമുണ്ട്. തലവേദന, പനി ഇതൊന്നുമല്ല മാറിയത്. എന്ന് വെച്ചാൽ ഇതൊന്നും പ്രകടമായ സൗഖ്യങ്ങളല്ല. എന്നാൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനിൽ നിന്നും അശുദ്ധാത്മാവ് പുറപ്പെട്ടു പോയാൽ ഭ്രാന്തനായി ജീവിച്ചയാളാണ്, അയാൾ സുബോധമുള്ളവനായി മാറുന്നു. പക്ഷവാതക്കാരൻ എന്ന് വെച്ചാൽ ശരീരം തളർന്നു കിടക്കുന്ന ഒരാൾ, അയാൾ എഴുന്നേൽക്കുന്നു. ഒരു കാലില്ല, അല്ലെങ്കിൽ മുടന്തനാണ്, ഒരു കാല് ശോഷിച്ചതാണ്. ഇങ്ങനെ ഉള്ള ആൾക്ക് സൗഖ്യം ലഭിക്കുന്നു. അപ്പോൾ വളരെ പ്രകടമായ അത്ഭുതങ്ങളാണ് ഫിലിപ്പോസ് ശമര്യയിൽ ചെയ്തത്. ഇത് ആളുകളെ അതിശയിപ്പിച്ചു. അവർ അത് കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല, ഫിലിപ്പോസ് പറഞ്ഞ ദൈവവചനം കേൾക്കുകയും ചെയ്തു. അത്ഭുതങ്ങൾ, രോഗസൗഖ്യം ഇതൊക്കെ അതിൽ തന്നെ അവസാനിക്കുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എനിക്ക് രോഗസൗഖ്യം കിട്ടി, അല്ലെങ്കിൽ ഭൂതബാധയിൽ നിന്ന് വിടുതൽ ലഭിച്ചു, ഇതൊക്കെ പറഞ്ഞ് അവിടം കൊണ്ട് കാര്യം അവസാനിക്കുകയാണ്. എന്നാൽ ഫിലിപ്പോസ് ചെയ്തത് അവിടെ ദൈവവചനം പറഞ്ഞു. അത്ഭുതം മാത്രം ചെയ്താൽ ആളുകൾ ഫിലിപ്പോസിലേക്ക് തിരിയും. എന്നാൽ താൻ യേശുവിനെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആളുകൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഈ ശമര്യ പട്ടണത്തിൽ ഇതിനു മുമ്പും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഫിലിപ്പോസ് വന്ന് അത്ഭുതങ്ങൾ ചെയ്തതിന് ശേഷം അവർ ഫിലിപ്പോസിലും അവൻ പറഞ്ഞ സന്ദേശത്തിലും വിശ്വസിച്ച ശേഷം അവിടെ ശമര്യയിൽ വലിയ സന്തോഷമുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് നടന്ന അത്ഭുതങ്ങളൊന്നും അവർക്ക് സന്തോഷം നൽകിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം. ശമര്യയിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ആഭിചാരം ചെയ്യുന്നവനാണ്. ഈ ആഭിചാരം എന്ന് പറഞ്ഞാൽ പിശാചിനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അതിന് വേറെ യാതൊരു അർത്ഥവുമില്ല. പൈശാചികമായ പ്രവൃത്തിയാണത്. പിശാചിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിന് ഒരു സംശയവുമില്ല. വീര്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും, രോഗസൗഖ്യം കൊടുക്കാനും സാധിക്കും. വെളിച്ച ദൂതൻ്റെ വേഷം കിട്ടുന്ന പിശാചിന് സൗഖ്യദായകനായി വേഷം കെട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിശാചിന്
പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ അനുകരിക്കാൻ സാധിക്കും എന്ന കാര്യം നാം മറന്നു പോകരുത്. പരിശുദ്ധാത്മ ശക്തിയാൽ നടക്കുന്ന പല വീര്യപ്രവൃത്തികളുടെയും ഇമിറ്റേഷൻ, അനുകരണം പിശാച് ചെയ്യും. അതുകൊണ്ട് പിശാച് അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അതെല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന് ചിന്തിക്കുന്നത് പോഷത്തരമാണ്, നാം വഞ്ചിക്കപ്പെടും. ശമര്യയിൽ അത്ഭുതങ്ങൾ ചെയ്തത് പിശാചിൻ്റെ പ്രവൃത്തി കൊണ്ടായിരുന്നു. അതാണ് ശിമോൻ ചെയ്തിരുന്നത്, ആഭിചാരം. എന്നാൽ ഫിലിപ്പോസ് അവിടെ വന്ന അത്ഭുതങ്ങൾ ചെയ്തതിന് ശേഷം താൻ പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. അതിൻ്റെ ഫലമായി ആളുകൾ വിശ്വസിച്ചു, അവർക്ക് സന്തോഷമുണ്ടായി. ശിമോൻ്റെ അത്ഭുതങ്ങൾ ശിമോൻ ഒരു മഹാൻ ആണ് എന്ന് കാണിക്കുവാൻ മാത്രമാണ് ഉതകിയത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം യേശു മഹാൻ, യേശു വലിയവൻ എന്ന് കാണിക്കുന്നതാണ്. ഒരു പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണോ എന്നറിയുവാനുള്ള ഏറ്റവും നല്ല വഴി അവിടെ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. ഒരാൾ അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ തന്നെത്താൻ ഉയർത്തുവാനാണ് ശ്രമിക്കുന്നത്. താൻ മഹാൻ, ഞാൻ ഇവിടുത്തെ മഹാനാണ് എന്ന് കാണിക്കുവാനാണ് ശിമോൻ അത്ഭുതങ്ങൾ ചെയ്തത്. എന്നാൽ പരിശുദ്ധാത്മ നിറവിൽ ആളുകൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ ഒരിക്കലും ഞാൻ മഹാൻ, ഞാനൊരു വലിയ സിദ്ധൻ, എനിക്ക് അത്ഭുത സിദ്ധിയുണ്ട്, എനിക്ക് രോഗശാന്തി വരമുണ്ട് എന്ന് പറയുന്നതിന് പകരം യേശുവിനെ ഉയർത്തും. വീര്യപ്രവൃത്തികൾ കണ്ട് ഭ്രമിച്ചിട്ടാണ് ഈ ശിമോൻ വിശ്വസിച്ചത്. കാരണം ശിമോൻ്റെ വീര്യപ്രവൃത്തികൾ പോലെ ആയിരുന്നില്ല ഫിലിപ്പോസ് ചെയ്ത വീര്യപ്രവൃത്തികൾ. ശിമോൻ ഒരിക്കലും ഒരു മുടന്തന് സൗഖ്യം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ശിമോൻ ഒരിക്കലും ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അവൻ്റെ ആഭിചാരം മൂലമുള്ള അത്ഭുതങ്ങൾ കണ്ട് ആളുകൾ ഭ്രമിക്കുകയാണ്, ഭയപ്പെടുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആളുകൾക്ക് ഭയമല്ല ഉണ്ടാകുന്നത്, മറിച്ച് സന്തോഷവും സമാധാനവുമാണ് ഉണ്ടാകുന്നത്. കാരണം അവർ ദൈവവചനം വിശ്വസിക്കുകയും ദൈവത്തോട് സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അതിനു പകരം ഒരു വ്യക്തി മഹാൻ എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നടക്കുന്ന അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലല്ല. എന്നാൽ ഈ വീര്യപ്രവൃത്തികൾ താൻ ചെയ്യുന്നതിലും വളരെ അധികം ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കിയ ശിമോൻ ഭയപ്പെട്ടു, ഭ്രമിച്ചു. താൻ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിലും അയാളുടെ വിശ്വാസം എത്രത്തോളം ജെനുവിനായിരുന്നു എന്നത് പിന്നീടുള്ള അയാളുടെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും. ഒരുപക്ഷെ അവിടെയുള്ള എല്ലാവരും ഫിലിപ്പോസ് പറയുന്നത് വിശ്വസിച്ചു, അനേകർ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. അതുകൊണ്ട് ശിമോൻ ആ കൂടെ കൂടിയതാവാനാണ് സാധ്യത. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ആളുകൾ അവർ എന്താണ് ചെയ്യുന്നത്? അവർ യേശു ആരാണ് എന്ന് മനസ്സിലാക്കുകയാണ്. യേശു ദൈവപുത്രനാണ് എന്നവർ മനസ്സിലാക്കുന്നു, അത് വിശ്വസിക്കുന്നു. പിന്നെ ദൈവപുത്രനും പാപമൊന്നും ചെയ്യാത്തവനുമായ യേശു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി, നമുക്ക് വേണ്ടി മരിക്കുവാൻ താൻ തയ്യാറായി. ഈ സ്നേഹത്തോട് സുബോധത്തോടെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി യേശുവിനോട് നന്ദിയുള്ളവനായിരിക്കും. ദൈവത്തിന് അയാൾ നന്ദി പറയും. കാരണം ദൈവം തന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു എനിക്ക് വേണ്ടി മരിച്ചത് എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് എന്ന കാര്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി സുബോധത്തോടെ യേശുവിനോട് നന്ദിയുള്ളവനായി ജീവിക്കുവാനൊരു തീരുമാനമെടുക്കും, യേശുവിൽ വിശ്വസിക്കും. അതാണ് യഥാർത്ഥ മാനസാന്തരം, അതാണ് യഥാർത്ഥമായി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതല്ലാതെ കുറേ ആളുകൾ സ്നാനപ്പെടുന്നു, അതുകൊണ്ട് ഞാനും, കുറേ ആളുകൾ ആ മീറ്റിങ്ങിന് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു, അല്ല. ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കാം ശിമോൻ വിശ്വസിച്ചത്. അത് യഥാർത്ഥ വിശ്വാസമല്ല, അത് വെറും അനുകരണമാണ്. യേശു ആരാണെന്ന് മനസ്സിലാക്കി, യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി
അതിനോട് സുബോധത്തോടെ പ്രതികരിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.